ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. എന്റെ കൺമുന്നിൽ കൊന്നു തിന്നണം എനിക്ക്. പ്രാർത്ഥന ഇത്രയും സ്വയം പറയുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് കുഞ്ഞിലെ അവളെ എടുത്ത് തോളത്തിടുന്ന അച്ഛനെയും ഫ്ലൈറ്റിൽ താൻ പരിചയപ്പെട്ട രുദ്രന്റെ നിഷ്കളങ്കതയും ഓർമ്മ വന്നത്. ഇല്ല മഹാദേവ, എനിക്കിത് കണ്ടു നിൽക്കാനുള്ള കരുത്തില്ല. ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. എനിക്ക് ഇവരോട് പ്രതികാരം ചെയ്യാൻ കഴിയില്ല. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന അവിടെ നിന്നും പോകാൻ തുടങ്ങവേ പെട്ടെന്നാണ് അവിടെ ഒരു കാറിൽ പ്രത വന്നിറങ്ങിയത്. അത് കണ്ട് പ്രാർത്ഥന പെട്ടെന്ന് സർപ്പമായി മാറി. കാറിൽ വന്നിറങ്ങിയ പ്രത കണ്ടത് തങ്ങളുടെ ഓഫീസ് മുഴുവൻ തീയാൽ കത്തുന്നതായിരുന്നു. ഈശ്വര, നമ്മുടെ ഓഫീസ്! ഋഷിയേട്ടൻ ഓഫീസിനകത്തായിരിക്കും ഉണ്ടായിരിക്കുക. ഞാനിനി എന്താ ചെയ്യുക? എനിക്ക് ഋഷിയേട്ടനെ രക്ഷിക്കണമല്ലോ. ഇത്രയും പറഞ്ഞ് പ്രത ഓഫീസിലേക്ക് ഓടിക്കയറാൻ തുടങ്ങിയതും പെട്ടെന്നാണ് അവൾ ആ കാര്യം ഓർത്തത്. മഹാദേവ, ഞാനിപ്പോ ഒരു സാധാരണ സ്ത്രീയാണ്. കഴിഞ്ഞ 20 വർഷങ്ങളായി ഞാൻ എൻ്റെ ശക്തികൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. പക്ഷേ ഇന്ന് ഞാനിതാ എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കുവാനായി വീണ്ടും എൻ്റെ മത്സ്യശക്തി ഉപയോഗിച്ച് ഒരു ശേഷ മത്സ്യകന്യകയായി മാറാൻ പോവുകയാണ്. പക്ഷെ ഇതിനർത്ഥം വീണ്ടും ഞാൻ മത്സ്യലോകത്തിന്റെ കർത്തവ്യങ്ങൾ ചെയ്യാൻ പോകുന്നുവെന്നല്ല. ഇത്രയും പറഞ്ഞ് പ്രത ഒരു മത്സ്യമായി മാറി. ഇത് കണ്ടുനിന്ന പ്രാർത്ഥന ഞെട്ടിപ്പോയി. വിഷ്ണുപ്രിയ പറഞ്ഞതെല്ലാം സത്യമായിരുന്നുവെന്ന് പ്രാർത്ഥന ഒരിക്കൽ കൂടി തന്റെ മനസ്സിൽ ഉറപ്പിച്ചു. വല്യ മുത്തശ്ശി പറഞ്ഞത് എന്ത് സത്യമാണ്. കൊലയാളിയായ ആ ഋഷഭ് ഗുജറാളിന്റെ കപട സ്നേഹത്തിൽ എന്റെ അമ്മ കുരുങ്ങി വീണിരിക്കുന്നു. അതുകൊണ്ടാണ് 20 വർഷങ്ങളായി എന്റെ അമ്മ ഉപയോഗിക്കാത്ത ശക്തികൾ പോലും എടുത്ത് ഇന്നിപ്പോൾ അയാളെ രക്ഷിക്കാനായി പോകുന്നത്. ഇതിനെ അനുവദിക്കാൻ പാടില്ല. ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക്, ആ തെറ്റുകൾ കൊണ്ട് അയാൾ ഉണ്ടാക്കിയ സമ്പാദ്യത്തിന്റെ നടുവിൽ തന്നെ കിടന്ന് അയാൾ മരിക്കണം. അയാൾ കെട്ടിപ്പൊക്കിയ ഈ കെട്ടിടത്തിനുള്ളിൽ തന്നെ അയാൾ മരിച്ചു മണ്ണടിയണം. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രതയെ തടുക്കുവാനായി പ്രാർത്ഥന സർപ്പമായി ഇഴഞ്ഞ് മത്സ്യമായി നിൽക്കുന്ന പ്രതയുടെ അടുത്തെത്തി. തന്റെ മുന്നിൽ ഒരു നാഗത്തെ കണ്ടതും പ്രത അവളുടെ പാതി രൂപത്തിലേക്ക് വന്നു. ആരാണ് നീ? വഴിമാറ്. എനിക്ക് എന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കണം. നീ എന്തിനാണിപ്പോ ഇങ്ങോട്ട് വന്നത്? നിന്റെ വിശ്വരൂപം കാണിക്ക്. അന്നേരം പ്രാർത്ഥന ഒരു വലിയ നാഗമായി മാറി പ്രതയെ ചുറ്റി വരിഞ്ഞു. അന്നേരം പ്രത ആ വലയത്തിൽ നിന്നും പുറത്തു വന്ന ശേഷം തന്റെ മുന്നിൽ നിൽക്കുന്ന നാഗം പ്രാർത്ഥനയാണെന്നറിയാതെ അവളോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. നിനക്കിത്ര ധൈര്യമോ? എന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ പോലും എന്നെ സമ്മതിക്കാതെ എന്നോട് യുദ്ധം ചെയ്യാൻ നീ വരണമെങ്കിൽ തീർച്ചയായും ഈ അപകടം ഉണ്ടാക്കിയിരിക്കുന്നത് നീ ആയിരിക്കണം. എന്റെ ഭർത്താവിന്റെ ജീവൻ നശിപ്പിക്കാൻ ശ്രമിച്ച നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇന്ന് നിന്റെ അന്ത്യമാണ്. നീ വെറും ഒരു നാഗകന്യകയായിരിക്കാം. പക്ഷേ ഞാൻ മത്സ്യകന്യകയാണ്. മത്സ്യകന്യകമാരുടെ എല്ലാം മത്സ്യകന്യക, സർവശ്രേഷ്ഠ ശേഷ മത്സ്യകന്യക, ചിറകുകളുടെ ശക്തിയുള്ള ശേഷ മത്സ്യറാണി. നീ ഇന്നെന്റെ കൈകൊണ്ട് മരിക്കാൻ പോവുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രത തന്റെ ചിറകുകൾ വിടർത്തി അന്തരീക്ഷത്തിൽ പറന്നുയരാൻ തുടങ്ങി. അന്നേരം അത് കണ്ട് പ്രാർത്ഥന ഞെട്ടിപ്പോയി. പ്രത പ്രാർത്ഥനയെ തന്റെ ചിറകുകൊണ്ട് അടിച്ചിട്ടു. സർപ്പമായിരിക്കുന്ന പ്രാർത്ഥന ദൂരെ തെറിച്ചു വീണതും അവളുടെ മനുഷ്യരൂപത്തിലേക്ക് വന്നു. അത് കണ്ട് പ്രത ഞെട്ടി. നീ ആരാ? ഇതു തന്നെയാണ് എന്റെ യഥാർത്ഥ മുഖം. ഇല്ല, എന്റെ ഋഷിയേട്ടനെ രക്ഷിക്കുന്നതിൽ നിന്നും നിനക്കെന്നെ തടയാൻ കഴിയുമെങ്കിൽ തടയും. എനിക്ക് പ്രാർത്ഥനയായി അല്ല ജീവിക്കേണ്ടത്. പ്രീതി, രഘുവീർ, അലാപത്തായി ജീവിക്കണം. നിന്റെ ഭർത്താവായ ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരാണ് മനസ്സിലാക്കുക? ഒരു ദുഷ്ടനാഗകന്യകയായ നിനക്കാണോ, ശേഷ മത്സരാണിയായ എനിക്കാണോ ശക്തിയെന്ന് കണ്ടറിയാം. മാനസികമായി രഘുസാറുമൊത്ത് ജീവിക്കാൻ കുറച്ച് സമയം വേണം. ഇല്ല പാഞ്ചാലി, എന്റെ കയ്യിൽ
അവൾ ആ ഇന്ദ്രനീലം തന്നില്ല.